ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉഷ ഹസീന ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ മെയിനായിട്ട് സംസാരിക്കുന്നത് ജയറാമിനെ കുറിച്ചുള്ള കാര്യമായിരുന്നു. ജയറാമിനെ ഇപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാവരും വിളിക്കുന്നത് വിനയം സ്റ്റാർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള വിനയം, അതുപോലെ തന്നെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിനയം കാണിക്കുന്നതിനെ തുടർന്നാണ് ഈ ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഉണ്ടെങ്കിൽ പുതുതായിട്ടുണ്ടെങ്കിൽ ജയറാമിനെതിരെ ഉണ്ടെങ്കിൽ ഹസീന പറയുന്നതെന്ന് വെച്ചാൽ തൻ്റെ സഹോദരൻ്റെ പണം നഷ്ടപ്പെടാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ജയറാം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടെങ്കിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തതിനെ തുടർന്ന് ഇത്രയും നഷ്ടം വരുമെന്നുള്ളത് വിചാരിച്ചിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുണ്ടെങ്കിൽ ആപ്പി സർദാർ എന്ന് പറഞ്ഞ പടമെങ്കിലും കണ്ടിട്ടുണ്ടാകും, കാളിദാസ് ജയറാമിൻ്റെ. ആ പടം ഉണ്ടെങ്കിൽ വമ്പം പൊട്ടലായിരുന്നു പൊട്ടിയത്. അതിനു മുമ്പ് ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ഫാദർ എന്ന് പറഞ്ഞൊരു പടവും ചെയ്തിട്ടുണ്ട്, ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞൊരു പടവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഉണ്ടെങ്കിൽ പൊട്ടൽ തന്നെയായിരുന്നു. സോ അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഹസനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യ പടം പൊട്ടിയതിന് ശേഷം ഉണ്ടെങ്കിൽ രണ്ടാമത് ജയറാം തന്നെ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ തൻ്റെ മോന് വേണ്ടി ഒരു പടം ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ താനുണ്ടെങ്കിൽ അത് വേണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഉഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ജയറാം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാം, അതോടെ തന്നെ എനിക്ക് വാക്ക് തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാക്ക് കൊടുത്തുകൊണ്ട് തന്നെ അതിനെ തുടർന്നായിരുന്നു പടം ചെയ്തതെന്നായിരുന്നു ഉഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലവട്ടം ഉണ്ടെങ്കിൽ ഞങ്ങളും കുടുംബക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും ആവശ്യമില്ല, നമുക്ക് പോയ പടമെങ്കിലും പോട്ട്, ഇനി ഉണ്ടെങ്കിൽ പോകാതിരിക്കട്ടെ, ഇത് ഭയങ്കരമുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും കേട്ടിട്ടില്ല. തൻ്റെ ഭർത്താവ് വരെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് പഞ്ചാബിലോ ഗുജറാത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ പിറകെ പോകണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കേട്ടില്ല. ആ സമയത്ത് പോലും ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ ഇതേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജയറാമിനുണ്ടെങ്കിൽ വാക്ക് കൊടുത്തില്ലെങ്കിൽ ജയറാം നോക്കിക്കോളാം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ വിശ്വാസത്തിനെ തുടർന്നാണ് ഇത് കണക്ക് പടം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പടം നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടുണ്ടെങ്കിൽ പടം പൊട്ടിക്കഴിഞ്ഞാൽ അഫക്റ്റ് ആവുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറിനെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് പറയും ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസിൻ്റെ ഭാവിയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇനി കരിയറിൽ നിൽക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്കുണ്ടെങ്കിൽ ഒരു പടം പൊട്ടി ചിലപ്പോൾ അതുണ്ടെങ്കിൽ അവരുടെ കരിയറിലുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീഴുന്നതായിരിക്കും, അല്ലെങ്കിൽ പടം ഇനി ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവെന്നുള്ള രീതിയിലൊക്കെ പറയുമായിരിക്കും. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് എൻഡ് ഓഫ് ദി ഡേ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പടത്തിൽ അവർക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് പ്രശ്നമാവുന്നതെന്ന് പറഞ്ഞാൽ അതുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറിനെ തന്നെ ആയിരിക്കും, അതല്ലാതെ വേറെ ഒരാൾക്കും ആയിരിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവരായിരിക്കും എവിടെയെങ്കിലുമൊക്കെ ഫിനാൻസിൽ നിന്ന് പൈസയൊക്കെ എടുക്കുന്നത്. അതിൻ്റെ പലിശ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അധികമായിരിക്കും. ഓരോരോ മാസം ചെല്ലുന്നവരും അനുസരിച്ചുണ്ടെങ്കിൽ അതിൻ്റെ കൂടിക്കൊണ്ടേ ഇരിക്കും. ഇനി പടം റിലീസാകുമ്പോൾ ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുത്തുനിന്നിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും സമയമൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പലിശയുടെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ കഴിഞ്ഞ് പൈസ കിട്ടുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നതും തുച്ഛമായിട്ടുള്ള ചിലപ്പോൾ പൈസയായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. സോ അതിനകത്തുണ്ടെങ്കിൽ തൻ്റെ സഹോദരൻ ഇതെനിക്ക് സ്ട്രോക്ക് വരികയും വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വരെ ഉണ്ടെങ്കിൽ എനിക്ക് ജയറാമിനെ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ വീട്ടിൽ വരികയും എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻ്റെ വീട്ടിൽ പോയിട്ട് എപ്പോഴൊക്കെയാണോ ആലപ്പുഴ ഒരു പാസ്സാവുന്ന ആ സമയത്തല്ല ഇത് എനിക്ക് വീട്ടിൽ വരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ പടം പൊട്ടിയതിന് ശേഷം ഉണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഉഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും, നമുക്ക് വേണ്ട സമയത്ത് ആൾക്കാർ കാണത്തില്ല. അതല്ലാത്തപ്പോൾ ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും നമ്മുടെ ചുറ്റിനൊക്കെ നടക്കുന്നതായിരിക്കും. അവരുടെ കാര്യം സാധ്യത്തിനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേണ്ടെന്ന് ആവശ്യം വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഈച്ച പോലെ പറ്റിക്കൊണ്ടേ ഇരിക്കും. അതെല്ലാം കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സത്യം തന്നെ ആയിരുന്നു. പിന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു ഓഡിയോ പോലെ വെളി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഹസനും അതോടെ തന്നെ ജയറാമും സംസാരിക്കുന്ന രീതിയിലായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ജയറാമിൻ്റെ മോളുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ജയറാമിൻ്റെ അടുത്ത് ജയറാം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സൗണ്ടിന് എന്നുള്ള രീതിയിൽ. ആ സമയത്താണ് ഇതാണ് ഹസൻ പറയുന്നത് തനിക്കുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്നു എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഇതാണെങ്കിൽ ഓഡിയോ ഒക്കെ ഒരു മെസ്സേജ് പോലെ ഓഡിയോ മെസ്സേജാണ് ജയറാം ഇടുന്നത്. എനിക്കുണ്ടെങ്കിൽ ഇത്രയും ഗുരുതരമെന്ന് അറിയത്തില്ല, ലിവറിന് എന്തോ പ്രശ്നം വന്ന് അപ്പോൾ വീണെന്നുള്ളൊരു കാര്യം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഇത്രയും പ്രശ്നമെന്നുള്ള രീതിയിലൊന്നും അറിഞ്ഞിട്ടില്ല, കുറച്ച് സീരിയസ് ആണെന്നുള്ള രീതിയിലായിരുന്നു അറിഞ്ഞതെന്നാണ് ജയറാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് എന്ന് പറഞ്ഞാൽ പോലും സീരിയസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ വിളിക്കാതിരുന്നതിന് അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പടം പൊട്ടിയതിന് ശേഷം പിന്നെ ആവശ്യം വന്നില്ല എന്നുള്ള രീതിയിലാണ്. അതല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇല്ലെങ്കിൽ സാധാ രീതി എപ്പോഴും അവിടെ വരുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും പടത്തിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ പടം പൊട്ടിയതിന് ശേഷം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഈ സംസാരത്തിൻ്റെ ഇടയിലും പറയുന്നുണ്ട് ഞാനുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കേരളത്തിലേക്ക് വരുന്നുണ്ട്, ആ സമയത്തുണ്ടെങ്കിൽ നമുക്ക് കാണാമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്.
അതിനുശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഉഷ പറയുന്നത്. ചിലരൊക്കെ ഉണ്ട് ഇത് എനിക്ക് വാക്ക് മാത്രമേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വരാം നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഓരോരോ കാര്യങ്ങൾ പറയും. കാരണം ഞാൻ ആ സമയത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ അതേ കണക്ക് ഭയങ്കര സോഫ്റ്റായിട്ട് വിനയമായിട്ട് കാണിച്ചാൽ ആൾക്കാർ വിശ്വസിക്കുമെന്ന് വിചാരിച്ചാണ് ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും സംസാരം ഒന്നും കാണത്തില്ല, മുങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഓഡിയോ തന്നെ പറയുന്നുണ്ട്, ഞാനുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നതാണ് എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ആ ആങ്കിൾ ഉണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ ഇത്രയും പൈസ പ്രൊഡ്യൂസ് ചെയ്ത് പടം എടുത്തതും ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയത് അതെപ്പോഴും ഓർമ്മ വേണമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ ഇതേ കണക്ക് ഇപ്പോൾ ജയറാം വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാളെ സപ്പോർട്ട് ചെയ്യാമെന്നേ ഉള്ളൂ, ഇല്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇയാൾക്ക് ഫിനാൻഷ്യലി ഭയങ്കര പ്രോബ്ലം വന്ന്, ഹെൽത്തിന് ഭയങ്കര പ്രോബ്ലം വന്ന് എന്തെങ്കിലും ഒന്ന് സഹായിക്കാമെന്നേ ഉള്ളൂ. ഇപ്പോൾ രജനീകാന്ത് അല്ലെങ്കിൽ വലിയ വേറെ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ കിട്ടിയ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ അടുത്ത പടം ചെയ്യുമ്പോഴത്തേക്കുണ്ടെങ്കിൽ പൈസ വാങ്ങാതായിരിക്കും ചെയ്യുന്നത്. അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ജയറാം അങ്ങനത്തുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. ജയറാം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പൈസ ഇതിനകത്ത് പോയിട്ടുണ്ട്, ഇതിന് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങനത്തുള്ളതൊന്നും നടക്കത്തില്ല, ദൈവം ഉണ്ടെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള, പടച്ചവൻ കാത്തോളും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ക്യൂസ് പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എനിക്ക് രക്ഷമാണ്, ഞാനുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു രീതിയിൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ജയറാം വിചാരിച്ച ഫിനാൻഷ്യലി ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതൊന്നും ചെയ്യാതുണ്ടെങ്കിൽ മോന് വേണ്ടി ഒരു പടം ചെയ്യിപ്പിച്ച് അവസാനം ഉണ്ടെങ്കിൽ അത് പൊട്ടിയപ്പോഴത്തേക്ക് ആ പണം നഷ്ടമായ അയാളെ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്യാതുണ്ടെങ്കിൽ വേറെ പണി നോക്കി പോകുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ്, ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് പറയാനുള്ള ഒരു പ്രശ്നം. അതാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, അവരെന്ത് വിചാരിക്കുക അതിനെ പറ്റി എന്നുള്ള രീതി വിചാരിച്ചിട്ട് നമ്മളുണ്ടെങ്കിൽ കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറായിരിക്കും. അവസാനം ഇതിനകത്ത് നിന്ന് തലയിടുമ്പോഴത്തേക്കുണ്ടെങ്കിൽ നമുക്കായിരിക്കും പ്രശ്നം വരുന്നത്. അവരുണ്ടെങ്കിൽ നൈസായിട്ട് ഒരു ഇപ്പോൾ ഇതിൽ കണ്ടാണെങ്കിൽ സോ മാക്സിമം ആയിട്ട് ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാവരോടും നൈസായിട്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് വേണം വേണ്ട എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ളവർക്ക് അത് വിഷമാവുമോ ഫീലാവുമോ എന്നൊന്നും നോക്കിക്കൊണ്ടിരുന്ന അതിനൊന്നും സമയം കിട്ടത്തില്ല. അതിന് പകരം നിങ്ങൾക്കുണ്ടെങ്കിൽ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുമോ. ബാക്കിയുള്ള നിങ്ങൾക്ക് ആദ്യമേ സെൽഫ് നോക്കുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. സെൽഫ് കെയറും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കുറച്ച് സെൽഫിഷ് ആയിരിക്കുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങളെ യൂസ് ചെയ്ത് അവർ പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പണി തന്നിട്ട് പോകും. അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളെ കാര്യം നോക്കുക, നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും വാക്ക് കൊടുത്ത് പോയെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തലയെടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. വാക്കെന്ന് പറയുന്നത് അത്ര വലിയ എല്ലാ സമയത്തും പാലിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില സമയത്ത് നിങ്ങൾക്ക് പ്രശ്നമെന്നോ തോന്നുവാണെങ്കിൽ അത് വിടുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കായിരിക്കും ആ സമയത്ത് ഉണ്ടെങ്കിൽ ഉപകാരമായിട്ട് വരുന്നത്, അതല്ലാതെ നിങ്ങൾക്കായിരിക്കത്തില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഇതാണെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ സംഭവിച്ചാണെങ്കിൽ സ്ട്രോക്കൊക്കെ സംഭവിച്ചാൽ കടന്നാൽ പിന്നെ ആൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. കാരണം അവർക്ക് ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട അവർക്കുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. സോ അവസാനം ഉണ്ടെങ്കിൽ ഇത് കാരണം ഇവർക്കായിരിക്കും പ്രശ്നം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തലയിൽ പിടിച്ച് വെക്കാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്തായാലും ശരി, ജയറാം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഇല്ലെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്, അതല്ലാതെ വേറെ ഒന്നുമില്ല.